ഞാൻ നിർബന്ധിതനായതാണ്. എന്നോട് പറഞ്ഞൂടെ വിഷയം എന്താണെന്ന്? പറഞ്ഞിട്ടില്ല. വാദപ്രതിവാദമാണെന്ന് പറഞ്ഞിട്ടില്ല. റുഖിയ ശർഇയാണ് വിഷയമെങ്കിൽ ഞാൻ അന്നും പറഞ്ഞു, ഇപ്പൊ തന്നെ ഡേറ്റ് വെച്ചോളൂ, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതുണ്ടായില്ല. പിന്നെ ഈ ചർച്ചയുടെ 14-ാമത്തേത്, ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 15/6/2011 KGU നിർവാഹക സമിതി 29/6/2010 പ്രഖ്യാപിച്ച തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിക്കാനും തീരുമാനിച്ചു. ആ തീരുമാനം എല്ലാ തലത്തിലുള്ള ആളുകളെയും അറിയിക്കാനും ബോധവൽക്കരിക്കാനും അത് ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്കം സ്വീകരിക്കാൻ കേന്ദ്രം ചുമതലപ്പെടുത്തിക്കൊണ്ട് കത്ത് കൊടുക്കാനും തീരുമാനിച്ചു. കണ്ടോ? അപ്പൊ ഈ ചർച്ചയാണ് ഇപ്പൊ ഇതിൽ അവസാന തീരുമാനം എടുക്കാൻ അവർക്ക് പ്രേരണ. സക്കരിയാക്കൊന്നും പറയാനില്ല, സക്കരിയാക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് KGU എടുത്ത തീരുമാനം തന്നെയാണ് ശരി. അതുകൊണ്ട് ആ തീരുമാനം തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കണം എന്ന് തീരുമാനിച്ചു. അതെല്ലാ ആളുകളെയും അറിയിക്കണം. അത് ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം. ഇത് ജമിയത്തിന്റെ ചരിത്രത്തിലുള്ളതാണോ? ഇത് ദീനിയായ ഒരു വിഷയത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാതെ പണ്ഡിത സഭ ഒരു തീരുമാനമെടുത്തിട്ട് അത് എല്ലാവരും തത്തമേ പൂച്ച എന്ന് പറയുന്ന പോലെ പറഞ്ഞു നടക്കണം. അതിനെതിൽ ആരെങ്കിലും പറഞ്ഞാൽ ചാരന്മാരെ വെച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ട് അവർക്കിത് നടപടിയെടുക്കുകയാണ്. ഇതെല്ലാം വൈജ്ഞാനിക ഭീരുത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. ലോകത്തെവിടെയും ഇല്ലാത്ത സംഗതികളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ നടപടിയെടുക്കാൻ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ പറഞ്ഞെന്താ, സക്കരിയ സലാഹി അടക്കമുള്ളവർ യോഗത്തിലല്ലേ തീരുമാനിച്ചത്? ഞാൻ അവിടെ ഉണ്ടായിട്ടെന്താ കാര്യം? ബാക്കിയുള്ളവരെല്ലാവരും ഒരു തീരുമാനത്തിൽ എനിക്കെന്തോ പറയാൻ കഴിയോ? ഒന്ന് അനുകൂലിച്ച് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾ കുഞ്ഞുമത് ഉറപ്പില്ല, അദ്ദേഹം ഉണ്ടാതിരിക്കും, വിവാദങ്ങൾക്കൊന്നുമില്ല. വിവാദം തുടങ്ങിയപ്പോൾ തലാത്തിരിക്കും, ഒക്കെ കഴിഞ്ഞാൽ എന്നാ ഞാൻ അടുത്ത ചണ്ടിക്ക് അടക്കാന്ന് പറയും, അല്ലേ? അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരു കേട്ടോ. പിന്നെ അബ്ദുൽ ഹക്ക് സുല്ലമിയാണ്, അദ്ദേഹം തന്നെ വിവാദങ്ങൾ ഒഴിഞ്ഞു നിൽക്കാൻ അനിഷ്ടപ്പെടാറുള്ളത്. സയ്യിദ് മുഹമ്മദ് ഷാക്ര പിന്നൊന്നുള്ളത്. ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അങ്ങനെ അടുത്തത് 15-ാമത്തെ, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഈ വിഷയം അവസാനിപ്പിക്കാണ്. ബാക്കി നമുക്ക് അടുത്ത മീറ്റിംഗിൽ പറയാം. 18/6/2011 കേന്ദ്രം യോഗം ഈ തീരുമാനം ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിലുള്ള KGU നിലപാട് എല്ലാ ജില്ലകളിലും വേണ്ടി വന്നാൽ മറ്റ് സ്ഥലങ്ങളിലും KGU പണ്ഡിതന്മാർ വഴി വിശദീകരിക്കാനും തീരുമാനിച്ചു. അതാണ് 15-ാമത്തെ തീരുമാനം. ഈ 15-ാമത്തെ തീരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ CD ടവറിലെ ചർച്ച കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ ജമിയത്തിന്റെ മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ച ഉടനെ TP പറയാണ്, CD ടവറിൽ നടന്ന യോഗത്തെക്കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയണം. എല്ലാവരും കേട്ട് സക്കരിയ സലായിക്ക് സമർപ്പിക്കാൻ സാധിച്ചില്ല. സക്കരിയ സലായി പൊളിഞ്ഞ് പാളിസായി പോയി. ഇനിയും മുന്നോട്ട് പോകാൻ ഇനിയും എന്താണ് കാത്തു നിൽക്കുന്നത്? അങ്ങനെ എന്നെ ഹറാസ് ചെയ്തിട്ട് ഇങ്ങനെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടുക. ഞാൻ എൻ്റെ ശരീരത്തോട് പറഞ്ഞ് അടങ്ങിക്കോ. ഞാൻ ക്ഷമിച്ച് സഹിച്ചിരുന്നു. അവസാനം എത്രത്തോളം പാലത്ത് അബ്ദുറഹ്മാൻ പറയാണ്, ഒന്നുകിൽ ഇതിനോട് യോജിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുക. ആരാ പറയുന്നത്? സംഘടന പിളർന്നപ്പോ അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല നിന്ന് ഭൂരിപക്ഷം ഇവിടെ നടന്നപ്പോ ഇങ്ങോട്ട് ചാടിയാളാ. അയാൾ എന്നെ ഉപദേശിക്കുക. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മടവൂരികൾ വിഴുങ്ങിയ സാധനം വായിന്ന് വലിച്ചെടുത്ത് ഇവർക്ക് കസാര ഉറപ്പിച്ചു കൊടുത്താളാ. ഒന്നുകിൽ യോജിച്ചിക്കുക, അല്ലെങ്കിൽ യോജിച്ച് പോയിക്കൂടെ. അങ്ങനെ എല്ലാവരും അവർക്ക് പറയാൻ കഴിയുന്നിടത്തോളം ഒക്കെ പറഞ്ഞു. PC ഇബ്രാഹിം മൗലവി പറഞ്ഞു, ഇടവണ്ണേക്കാളുകൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്, ജമിയത്ത് എന്താ തീരുമാനം എടുക്കാത്തത്, നമ്മൾ ചെറിയൊരു അനുവാദം കൊടുത്താൽ ആകെ കത്തുമ്പോൾ അങ്ങനെയാണെന്നൊക്കെ പണ്ട് എന്നെ ഹറാസ് ചെയ്തിട്ട് എല്ലാവരും സംസാരിച്ചു. എന്നിട്ട് അവിടുന്ന് തീരുമാനിച്ചു ഉടനെ തന്നെ ഇതെല്ലാവർക്കും വിശദീകരിക്കണം. അപ്പൊ എറണാകുളത്തേര് ജമിയത്തിന് മുൻകടന്ന ഡേറ്റ് തീരുമാനിച്ചിരിക്കണോ? അപ്പൊ എറണാകുളത്തേര് തീരുമാനിച്ച ഡേറ്റിനെ ഒപ്പിച്ചു കൊടുക്കുന്ന KGUവിന്റെ കടമയാണല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ രീതി, അങ്ങനെയാണല്ലോ. അങ്ങനെ മറ്റന്നാൾ എറണാകുളത്ത് വിശദീകരണം തുടങ്ങുകയാണ്. എറണാകുളത്തെ ജമിയത്തിനോടും ചോദിക്കാതെ ആദ്യം തീരുമാനം എടുത്തിരിക്കണം. അതിനൊപ്പിച്ച് പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചിട്ട് എറണാകുളത്ത് വിശദീകരണം ഉദ്ഘാടനം. അന്ന് മുതൽക്കാണ് ഈ ഏകപക്ഷീയ വിശദീകരണങ്ങൾ തുടങ്ങിയതും മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ മൂവർ സംഘടന ഉപയോഗിച്ച് ചേരിതിരിക്കാൻ തുടങ്ങിയതും. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവരുടെ നടപടിക്രമത്തിലെ 15 വരെ മാത്രമേ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത യോഗത്തിൽ പറയാം. ഇവിടെ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രശ്നം എന്താണ്? വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹദീസുകൾ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത സലഫ് സാലിഹുകളുടെ മൻഹജ് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളും സലഫിയത്ത് കൂട്ടാതെ കുറക്കാതെ നമ്മൾ ലോകത്തുടനീളമുള്ള സലഫികൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്ന് പറയുന്നവരും തമ്മിലുള്ള തർക്കമാണ് വാസ്തവത്തിൽ ഇതിന്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ മടവൂരികൾ പോയപ്പോൾ കൂടെ പോകാതെ കുറച്ച് ആളുകൾ ഇതിൽ ബാക്കിയായി. അവരെ മനസ്സിൽ ഇപ്പോഴും മടവൂരിസം തന്നെയുള്ളത്.
അവരെ മനസ്സിന് മടവൂരിച്ചുള്ളത്. അത് അവർ പുറത്ത് കാണിക്കാതിരുന്നത് നമ്മുടെ 2002 മുതൽക്കുള്ള നമ്മുടെ മുന്നേറ്റത്തിൽ അവർക്ക് തലപൊന്തിക്കാൻ ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ 2007-2008 കാലം വന്നപ്പോഴേക്ക് അവരെ നേതൃത്വം അബ്ദുറഹ്മാൻ സലഫി ഏറ്റെടുത്തു. സർവ്വ ഹദീസ് നിഷേധികൾക്കും എല്ലാവിധ പ്രൊട്ടക്ഷനും സംഘടനയും നൽകുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ്. KV അബ്ദുൽ ലത്തീഫ് ആകട്ടെ, നിയമത്തുള്ള ഫാറൂഖി ആകട്ടെ, അബ്ദുറസാഖ് ബാക്കവി ആകട്ടെ, അല്ലെങ്കിൽ അതുപോലെ ഇത് പ്രസംഗിച്ച് നടക്കുന്ന ഈ ഹദീസിനെതിരെ സംസാരിച്ച് നടക്കുന്ന എല്ലാവർക്കും എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ്. ഇപ്പൊ നിയമത്തുള്ളാന്റെ കാസറ്റൊക്കെ എത്ര മാനക്കേട് നമുക്കുണ്ടാക്കി. സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ പരിഹസിച്ചു, താടി വെക്കുന്നതിനെ പരിഹസിച്ചു, വസ്ത്രം കയറ്റെടുക്കുന്നതിനെ പരിഹസിച്ചു, കൈയുത്തി എണീക്കുന്നതിനെ പരിഹസിച്ചു, വിരലണക്കുന്ന JCB പോലെ എന്ന് മിമ്പറിൽ വെച്ച് പരിഹസിച്ചു. ഇപ്പൊ മംഗലാപുരത്തെ കുത്തുബ, മംഗലാപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി കുട്ടികൾ ഹദീസ് കീശയിലിട്ട് നടക്കുന്നു. അങ്ങനെ പഠിച്ചാൽ അത് ഉൾക്കൊള്ളണമെന്ന് താല്പര്യമുള്ളവരാ മംഗലാപുരത്തുകാർ. അവിടെ പരിപാവനമായ മസ്ജിദ് ഇബ്രാഹിം ഖലീലിന്റെ മിമ്പറിൽ വെച്ച് പോലും ഇത്തരത്തിലുള്ള ഹദീസ് നിഷേധങ്ങൾ പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടായി. ഇപ്പൊ ഇവരെ കൊണ്ടു നടക്കുന്നത് ആരാ? ഇപ്പൊ അനസ് മൗലവിയും അനീഫ് കായക്കോടെ അത്രല്ല, അനസ് മൗലവി ധാരാളമായി മടവൂരികളുടെ ഹദീസ് നിഷേധത്തിനെതിൽ പ്രസംഗിക്കുകയും CD ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനൊക്കെ അതിൽ എത്രയോ പിറകില അല്ലേ. വളർന്നു തടരുന്ന മടവൂരിസം അല്ലേ, മതം മറന്ന മടവൂരിസം, മടവൂരികൾക്ക് ചുട്ട മറുപടി, എന്തെല്ലാം കാസറ്റുകൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. ആ കാസറ്റുകളിലൂടെയൊക്കെ ഹദീസ് നിഷേധത്തിനെതിരെ സംസാരിച്ച എന്റെ സഹോദരൻ ഇന്ന് അതേ ഹദീസ് നിഷേധികളുടെ കയ്യിലെ കളിപ്പാട്ടമായി മാറി. അവരെ തടങ്കലിലായിപ്പോയി. ഇപ്പൊ ഇടവണ്ണയിൽ മുഖാമുഖം നടത്തിയല്ലോ. മുവഹിദുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ നീണ്ടു നിൽക്കുന്ന മുഖാമുഖ നാടകം. ആ നാടകത്തിൽ അവസാനം ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തപ്പോ നമ്മുടെ ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യം കണ്ണേറിനെ സംബന്ധിച്ചായിരുന്നു. കണ്ണേറിനെ സംബന്ധിച്ച് ഹദീസ് ഉണ്ടോ? കണ്ണേറ് ബാധിച്ച ആൾക്ക് ആരുടെ കണ്ണേറാണോ ബാധിച്ചത് അയാളുടെ അവയവങ്ങൾ കഴുകിയിട്ട് ആ വെള്ളം ഇയാളെ ദേഹത്തൊഴിക്കണമെന്ന് ഹദീസിലുണ്ടെന്ന് കേൾക്കുന്നു. ആ ഹദീസ് സഹീഹാണോ? അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഹദീസ് നിഷേധിയാകുമോ? സ്വീകരിച്ചാൽ അന്ധവിശ്വാസിയാകുമോ എന്നൊക്കെയാണ് ചോദ്യം. പക്ഷേ നമ്മുടെ അനസ് മൗലവിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. കാരണം മുമ്പിലിരിക്കുന്ന ഹദീസ് നിഷേധികളെ തൃപ്തിപ്പെടുത്തിയാലേ ഇനി അങ്ങോട്ട് വണ്ടി ഉരുളുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലക്ക് മൂപ്പരെന്താക്കി, ആ ചോദ്യം അപ്രസക്തമാണ്, ഈ ചോദ്യത്തിന്റെ അകംപൊരുൾ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം എന്നൊക്കെ പറഞ്ഞ് വിദഗ്ധമായി രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയല്ല. നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോളിയും ക്ലിപ്പ് കാണാം. കണ്ണേറ് ഫലിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണ്ണേറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കുളി ചികിത്സ സാധാരണ കേൾക്കാറുണ്ട്. കുളി ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ണേറ് ബാധിക്കാൻ കാരണമായവൻ വുളു എടുത്ത വെള്ളം കണ്ണേറ് ബാധിച്ചവന്റെ തലയിൽ ഒഴിക്കുന്ന ഒരു ചികിത്സ. ഇത് ശരിയാണോ? ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വുളു എടുത്തു തരാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ വുളു എടുത്തു കൊടുക്കണം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകാര്യമാണോ? സ്വീകാര്യമാണെങ്കിൽ അതിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? അത് നിഷേധിച്ചാൽ കുറ്റക്കാരനാകുമോ? അത് അംഗീകരിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസിയാവില്ല എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അതിൽ ശിർക്ക് കലർന്നത്, ശിർക്ക് കലരാത്തത്, ഇതാണിവിടെ സവിസ്തരം വിശദീകരിച്ചത്. ചോദ്യകർത്താവ് ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് കണ്ണേറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ അകമ്പൊരുൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം അപ്രസക്തമാണ്. കണ്ണേറുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളുണ്ട്. ആ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട വിഷയം സ്വീകാര്യമാണോ എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം
കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സിഹറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അതുപോലെ തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഇസ്ലാം ദീനിൽ അടിമുതൽ മുടിവരെയുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ മാ ഖാലല്ലാഹു വ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും സർവ നിലയിലും മനസ്സുകൊണ്ട് അംഗീകരിച്ചവരും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നവരും ഉറക്കെ പറയുന്നവരുമാണ് മുജാഹിദുകൾ. അവർക്കാണ് മുജാഹിദ് എന്ന് പറയുന്നത്, അവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത്. ആ സലഫിയത്ത് മടവൂരികൾക്കില്ല. ആ സലഫിയത്ത് ഇന്ന് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന, ജിന്നിനോട് തേടാമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കില്ല. ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് കേരളത്തിലോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലോ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ സലഫിയത്തില്ല. റുഖയ്യ ശറയ്യ എന്ന പേര് പറഞ്ഞുകൊണ്ട് ജിന്നിനെ അടിക്കണമെന്ന് പറയുന്നവർ, ആ ജിന്നിനെ അടിക്കുന്നത് എങ്ങനെ? ജിന്നിനെ പോയി അടിക്കാൻ പറ്റില്ല, ജിന്ന് കൂടിയവനെ അടിക്കണമെന്ന് പറയുന്നവർ, അതുപോലെ തന്നെ ജിന്ന് കൂടിയവന്റെ ചങ്കിൽ ചവിട്ടണമെന്ന് പറയുന്നവർ, അങ്ങനെ ചങ്കിൽ ചവിട്ട് ജിന്നിനെ ഇറക്കണമെന്ന് പറയുന്നവർക്ക് ഈ സലഫിയത്തില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം അത് കഴുതത്തലയന്മാരുടെ തീരുമാനമാണെന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിൽ പറഞ്ഞു നടക്കുന്നവന് ഈ സലഫിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സലഫിയത്തിന് മറപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാം, സലഫിയത്തിന്റെ മറപിടിച്ചുകൊണ്ട് ശിർക്കായ കാര്യത്തെ ശിർക്കല്ല എന്ന് പ്രചരിപ്പിക്കാം എന്ന നിലയിൽ ആരെങ്കിലും വ്യാമോഹം വെച്ച് നടക്കുന്നുവെങ്കിൽ കേരളക്കരയിൽ മുജാഹിദുകൾക്കിടയിൽ ഇനി അത് വില പോവില്ല. സർവ മറകളും ഞങ്ങൾ പറിച്ചു നീക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ വിഷയാവതരണം കേട്ടുവല്ലോ, അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ സംശയമുള്ളവർ എഴുന്നേറ്റ് ചോദിക്കട്ടെ, അവർക്കുത്തരം നൽകാം. കണ്ണീർ നിങ്ങൾക്ക് ചർച്ച ചെയ്യണോ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട. നേരെ മറിച്ച് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനായ അമാൻ മൗലവി വളരെ മുമ്പ് തന്നെ വളരെ വിശദമായി കൊണ്ട് കണ്ണീറിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുജാഹിദുകൾ, തലതെരച്ച മുജാഹിദുകൾ, അവർ വാങ്ങി അവരുടെ വീടുകളിൽ സൂക്ഷിച്ചവർ വായിച്ചു പഠിച്ച പുസ്തകമാണിത്. ആ പുസ്തകം പോയി വായിച്ചു നോക്കൂ. അതല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാവുന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ ഇമാം മുസ്ലിം ഒന്നിന് പുറകെ ഒന്നായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇമാം മുസ്ലിമിലെ ആ ഹദീസുകൾ വായിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വഹീഹായി വന്ന ഹദീസുകളെ സ്വീകരിക്കാൻ ഒരു തടസ്സവും ഇല്ല, എവിടെയും ഇല്ല, ഒരിടത്തുമില്ല. അപ്പോ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണീറാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം കേട്ടാൽ തോന്നുക. ഇവിടെ പ്രതിപാദിച്ച കുറച്ച് വിഷയങ്ങളുണ്ട് അടിസ്ഥാനപരമായി. ആ പ്രതിപാദിച്ച വിഷയങ്ങളിൽ അദ്ദേഹത്തിനൊരു സംശയമില്ല എന്നാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തുറന്നു വായിച്ചാൽ മതി. ഹദീസുകൾ അത് ക്രോഡീകരിക്കപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കണ്ടതാണ്, വായിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. അതിനെ ഹദീസിൽ വന്നത് എന്തെല്ലാമുണ്ടോ ആ നിലയിൽ സ്വീകരിക്കുന്നവരുമാണ്. അതിനെതിരെ പറയുന്നവരല്ല മുജാഹിദുകൾ. അത് സിഹറിന്റെ വിഷയത്തിലായിരുന്നാലും അതുപോലെ തന്നെ മറ്റുള്ള ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ പോവാണ്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് സാൽവേഷനിൽ പണ്ട് ജിന്നിനെ പറ്റി അബ്ദുറഹ്മാൻ സലഫിയോട് ചോദിച്ചു. മൂപ്പരങ്ങോട്ട് തുടങ്ങി വക്കം മൗലവി കേം മൗലവി ചോദ്യം ചിന്ന മടവൂരികൾ ക്ലിപ്പിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെ ഇടയ്ക്ക് കാണിക്കും, ഇയാളിങ്ങനെ വക്കം മൗലവി കേം മൗലവി പറഞ്ഞത് എന്നതുപോലെ കണ്ണേറ ചോദ്യം. സലഫിയത്തില്ല, അവർക്ക് സലഫിയത്തില്ല, ഇവർക്ക് സലഫിയത്ത് ആർക്കൊക്കെ ഉള്ളതെന്നാണോ ചോദ്യം? അല്ലല്ലോ, ചോദ്യം കണ്ണേറിന് ഹദീസ് ഉണ്ടോ? ഹദീസ് ഉണ്ട്, ഇന്ന ഹദീസുകളൊക്കെ ഉള്ളത് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. കുളി ചികിത്സ എന്ന് മലമൂലികൾ കളിയാക്കുന്നത് അങ്ങനത്തെ ഒരു കുളി ചികിത്സ എന്നല്ല, റസൂല് പറഞ്ഞൊരു ഹദീസാണ് എന്ന് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ എന്റെ സഹോദരന് നാക്ക് പോകുന്നില്ല. കാരണം ചുറ്റും വലയം ചെയ്തിട്ടുള്ളത് പക്ക ഹദീസ് നിഷേധികളാണ്. ഹദീസ് നിഷേധികളുടെ തടങ്കൽ പാളയത്തിലാണിപ്പോ. അതുകൊണ്ട് സഹീഹായ ഹദീസിലുള്ളത് പറഞ്ഞാൽ തന്നെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഹദീസ് നിഷേധികൾ കൈവിട്ടു പോകും എന്ന പേടി. അപ്പൊ മുമ്പിലിരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സഹീഹായ ഹദീസിൽ വന്ന് പറയാൻ കഴിയുന്നില്ല. തൗഹീദിനെ പറ്റി അങ്ങനെ ഞാൻ മുമ്പ് തൗഹീദിനെ പറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹനെ പറ്റിയൊക്കെ പിന്നെ പറയണത്. അപ്പൊ അവസാനം ചോദ്യകർത്താവ് പറഞ്ഞു, ശരി നിങ്ങൾ ഇപ്പൊ പറയണ്ട,
ആദ്യം ചോദിച്ചാലല്ലേ വിഷമം. എന്നാൽ ഞാൻ അതേറ്റ് ബന്ധപ്പെട്ട് ചോദിക്കാം, തൗഹീദായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസമാണെന്നാണ് അപ്പോൾ മടവൂരികൾ പറയുന്നത്. അഭൗതികമായ നിലക്ക് ജിന്ന് ഉപദ്രവിക്കും അല്ലെങ്കിൽ ശൈത്താൻ ഉപദ്രവിക്കും എന്നൊക്കെ വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമാണ്, കുഫ്രാണെന്നാണ് പറയുന്നത്. അതിന് ചോദിച്ചു അപ്പോഴും മൂപ്പര് ഇതേപോലത്തെ തന്നെ മറുപടി. അപ്പോഴും മൂപ്പർക്ക് പറയാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇത് വിഷയവുമായി ബന്ധമല്ല. അവിടെ വിഷയം അവതരിപ്പിച്ച അനീഫ് കായക്കൊടി രണ്ടാമത്തെ വിഷയം റുഖിയ ശർഇയ്യ, ഒന്നാമത്തെ വിഷയം ജിന്നിനോട് സഹായം തേടൽ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച വിഷയ. അപ്പൊ രണ്ടാമതായി അവതരിപ്പിച്ച റുഖിയ ശർഇയ്യയെ പറ്റിയ ചോദ്യകർത്താവ് ചോദിച്ചത് പ്രസക്തമായ ചോദ്യമാണ്, പക്ഷേ ഒഴിഞ്ഞു മാറി. എന്നിട്ടോ നിങ്ങൾ കഴിയുന്നതിലിടക്കെങ്കിലും അതിൻ്റെ മറുപടി പറയണട്ടോ എന്ന് പറഞ്ഞു. രാത്രി 1 മണി വരെ അലറിയിട്ടും അതിന് മറുപടി പറഞ്ഞില്ല. പറയാൻ കഴിയില്ല അനസ് മുസ്ലിയാരെ നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ ഹദീസ് നിഷേധികളുടെ പാളയത്തിലാണ്. വാസ്തവത്തിൽ നിങ്ങളെ കൊണ്ട് നടക്കുന്നത് ഹദീസുകളെ പച്ചയായി നിഷേധിക്കുന്ന ആളുകൾ. ഇനിയിപ്പോൾ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയിലൊന്നും ഇവർക്ക് പറയാൻ കഴിയില്ല. സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം എടുത്തു നോക്കാൻ അതിൽ കണ്ണേറിനെ പറ്റി പറയുന്നുണ്ട്. അൽ ഐനു ഹഖുൻ, കണ്ണേർ യാഥാർത്ഥ്യമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്ന കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മടിയിലിരുത്തിയിട്ട് അവർക്ക് വേണ്ടി കണ്ണേർ ബാധിക്കാതിരിക്കാൻ മന്ത്രിച്ചത് ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ മന്ത്രമാണ് ഇബ്രാഹിം നബി തന്റെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്തത് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും നിർത്തി വായിക്കാൻ കഴിയുന്നു. ഇസ്ലാമിക ജീവിതത്തിലുണ്ട്, അത് പോയി വായിച്ചു നോക്കണം. ഈ മുസ്ലിമിനുണ്ട്, അത് പോയി വായിച്ചു നോക്കണം. ആര് വായിച്ചു നോക്കണം? അതിപ്പോ ഇയാൾ പറയണോ? അപ്പൊ പറയാൻ കഴിയുന്നില്ല. അതാണ് വാല് അമ്മിന്റെ ചോട്ടിലായിപ്പോയി. ഹദീസ് നിഷേധികൾ അമ്മിന്റെ ചോട്ടിൽ വാല് വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ഗതികേട് നിങ്ങൾ എത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ശിർക്കാരോപണ മീറ്റിംഗ് അവിടെ നടന്നത്. ഇടവണ്ടയിൽ കൂടിയത് ശിർക്കാരോപണ മീറ്റിംഗ്. രാവിലെ 10 മണി രാത്രി 10 മണി ആയത്തിങ്ങനെ ഓതുക. ഇത്രയും ആയത്തുള്ള വിഷയമാണിതെങ്കിൽ ഏതൊക്കെയാ ഓതുന്നത്? ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും. മുജാഹിദുകൾ ആദ്യമായിട്ട് കേൾക്കുക. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. 2012 ഇറങ്ങിയ പുതിയ ആയത്ത്. ഇതാരും കേൾക്കാത്തതാ. എന്താറിയോ? മുജാഹിദ് പ്രവർത്തകരെ ആദ്യം മുശ്രിക്കായി ചിത്രീകരിക്കുക, ഖുറാഫികളെ പോലെ ശിർക്കന്മാരായിട്ട് അവതരിപ്പിക്കുക. എന്നിട്ട് ശിർക്കന്മാർക്ക് അതിൽ ഓതുന്ന ആയത്തൊക്കെ അങ്ങനെ ഓതുക. പിന്നെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് തെളിയിക്കുന്ന അറബ് ലോകത്തെ പണ്ഡിതന്മാരെ ഫത്വകൾ ഇങ്ങനെ വായിക്കുക. അപ്പോ സാധാരണക്കാരൻ വിചാരിക്കും സംഗതി പറ്റബല് ശിർക്കക്ക് പോയിക്കണട്ടാ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ആയത്തൊക്കെ ഇവിടെ ഓതുവോ. അതാണ് മൂവർ സംഘത്തിന്റെ കുതന്ത്രത്തിന്റെ കുട്ടൻ. മനസ്സിലായില്ലേ? അപ്പോ ശിർക്കാരോപണ മീറ്റിംഗിൽ ചെയ്യണത് ഇപ്പൊ ഇതാണ്. ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ ചെയ്യണത്. ഇപ്പോ മംഗലാപുരത്ത് പോയിട്ട് എന്താ അനുസരിച്ച് ചെയ്തത്? ജിന്നുമായിട്ട് ബന്ധപ്പെട്ട ആയത്തങ്ങനെ ഓതുക. എല്ലാവരും ഒരുമിച്ച് കൂട്ടും. അപ്പൊ അള്ളാഹ് ചോദിക്കും, എന്നിട്ട് ഇങ്ങനെ ജിന്നെ പറ്റി ആയത്തൊക്കെ സക്കരിയ സലാഹി പഠിച്ചു വെച്ചോ. ഇടക്കിടക്ക് ഖുറാഫികൾ അതേ തന്ത്രം. ഖുറാഫികൾ റബീഉൽ അവ്വൽ വന്ന വഹാബികൾക്ക് റസൂലിനോട് സ്നേഹമില്ല കേട്ടോ, ഉമ്മത്തികൾ മനസ്സിലാക്കണം, എന്നിട്ട് റസൂലിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ കുറെ ആയത്ത് അങ്ങനെ ഓതും. പിന്നെ പഠിച്ചു വെച്ചോ വഹാബി ഹദീസ്, ഇതാ പിടിച്ചോ ബുഖാരി നോക്ക് എന്നൊക്കെ പണ്ട് കുറെ ഹദീസ്. അപ്പൊ നമുക്ക് ആദ്യം റസൂലിനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞു വെക്കുക, എന്നിട്ട് സ്നേഹിക്കണം എന്നുള്ള ആയത്ത് ഹദീസും ഇങ്ങനെ ഓതും. നമുക്കേറ്റ് അങ്ങനെ വാദണ്ട. കണ്ടോ, പരലോകത്ത് അള്ളാഹുവിന്റെ റസൂല് ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഈ വഹാബി അത് വിശ്വസിക്കുന്നില്ല. പഠിച്ചു വെച്ചോ വഹാബി, സഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഞാൻ വായിക്കുന്നത്, ബുഖാരിയുടെ ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ നമ്മൾ ശഫാഅത്തിനെ നിഷേധിക്കുന്നുണ്ടോ? അല്ലോ, അള്ളാഹിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാ നോക്ക്, എന്നിട്ട് റസൂലിന്റെ മുഴുവത്തുകൾ ഇങ്ങനെ പറയാം. കണ്ടോ, വിരലിന്റെ അടിയിൽ വെള്ളം വന്നില്ലേ ഹുദൈബിയയിൽ, ഇതൊക്കെ വിശ്വസിക്കോ? വഹാബി പഠിച്ചു വെച്ചോ. ഈ തന്ത്രമാണ്. കാരണം മുസ്ലിയാരാണ് മുമ്പിലുള്ളത്. അതേ തന്ത്രം ഈ മുസ്ലിയാരും കൂട്ടരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിർക്കാരോപണ മീറ്റിംഗ് നടത്തിയിട്ട് മുജാഹിദ് പ്രവർത്തകരെ മുശ്രിക്കായി മുദ്ര കുത്താൻ വേണ്ടി ഈ ഏഴാംഗയുടെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാക്കിയ തന്ത്രമാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് എല്ലായിടത്തും ജമിയത്തിലും ആ വിശദീകരണം നടത്തിയത്. അതിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിലും ചിലപ്പോൾ തന്നെയായിരിക്കും വിഷയം, യാതൊരു സംശയമല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ TP അബ്ദുള്ള കോയ മദനി വരെ പറയാണ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്നൊരു തർക്കം മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായി എന്ന് പറയുന്നത് ആരാ? അബ്ദുള്ള കോയ മദനി. ഒന്ന് കേൾപ്പിച്ചെടുക്കുമോനെ. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം.
അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല, അവസാനിപ്പിക്കണം നമ്മളിവിടെ. എന്തൊരു അക്രമമാണെന്ന് ആലോചിക്കൂ. ഇദ്ദേഹത്തെ നമ്മൾ എത്ര ബഹുമാനിക്കുന്ന ഒരാളാണ്. ഒരു സംഘടനയുടെ പ്രസിഡന്റ് കസാര ഇരിക്കുന്ന ആള് പറയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്താ ചർച്ച? ഒരു കൊല്ലം മുമ്പായി പറയണത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടെന്നൊരു ചർച്ച. അവസാനിപ്പിക്കണം ഈ ചർച്ച. ഇദ്ദേഹം തെളിയിക്കട്ടെ ഏത് യൂണിറ്റിലാണെന്ന് പറഞ്ഞത്. കടലുണ്ടിയിൽ നടന്നോ എനിക്കറിയില്ല, ഇദ്ദേഹത്തിന്റെ യൂണിറ്റിൽ അങ്ങനെ നടന്നോ എന്നറിയില്ല. ഞങ്ങളേത് യൂണിറ്റിലൊന്നും നടന്നിട്ടില്ല. മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടേ? അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്നൊരു വാദക്കാരിൽ ഉണ്ടെന്ന്. കാരണം തെരഞ്ഞെടുപ്പ് തന്ത്രം അത്. തീരിട്ടവരുടെ മീറ്റിംഗ് കൂടാ ഇങ്ങനെയൊക്കെ തന്ത്രം കളിച്ചിട്ടും കോഴിക്കോട് ജില്ലയിൽ വേണ്ടമാതിരി കിട്ടിയോ? അവസാനം സമവായം വെച്ചിട്ടാ KV ഒക്കെ കൗൺസിലറായത് അല്ലേ? KV കൗൺസിലിലേക്ക് കയറ്റാമെന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു വസിയത്ത് പോലെ പറഞ്ഞിട്ടുണ്ട് നാട്ടെ TP യോഗത്തിൽ പറഞ്ഞത്. അപ്പൊ ഒരു സാധാരണ പ്രവർത്തകൻ എണീറ്റും ചോദിച്ചു, ഇതെന്താ TPന്റെ തറവാട്ട് സ്വത്താ KV എങ്ങനെ വസിയത്ത് കൗൺസിലറാക്കാൻ? അപ്പൊ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുജാഹിദുകൾക്കിടയിൽ അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ടായിട്ടുണ്ടെന്ന് പച്ചക്കള്ളം നമ്മുടെ പ്രസിഡന്റ് പോലും പറയുന്ന ഗതികേട് ഈ പ്രസ്ഥാനത്തിൽ. ഇതൊന്നും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എത്ര കാലമായി ഞങ്ങൾ മനസ്സിൽ കൊണ്ടെടുക്കാനോ. അപ്പൊ എനിക്ക് ലൈസൻസ് കിട്ടിയാണല്ലോ, പുറത്താണല്ലോ, ഇന്ന് ഒരു വിലക്കുമില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പറയാണ്ടെങ്കിൽ കടലുണ്ടിക്ക് വേണ്ടി മാത്രം എടുത്തിട്ട് കുറച്ച് ക്ലിപ്പുണ്ട് ടീപ്പിന്റെ നാട്ടുകായിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടത് കൊടുക്കും. ഒരു കൊല്ലം തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ, ഒരു കൊല്ലം നമ്മളൊന്ന് വിശദീകരിക്കട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കണോ വേണ്ടേ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിൽ മുജാഹിദുകൾക്കിടയിൽ തർക്കമുണ്ടായി എന്നാണ് TP പല സദസ്സിൽ വെച്ചും പറഞ്ഞിട്ടുള്ളത്. പച്ച കള്ളമാണത്. അങ്ങനെ ഒരു തർക്കം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നതാണ് വാസ്തവം. ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ആളാണ് സക്കരിയ സലാഹി എന്ന് ഇപ്പോൾ ഇവർ പറഞ്ഞു നടക്കുന്നു. എന്നാൽ ഒരു തെളിവെങ്കിലും ഉദ്ധരിക്കാൻ സാധിച്ചോ? ഒരൊറ്റ തെളിവ്. ഇത് ആദ്യമായി പറഞ്ഞത് മടവൂരികളാണ്. അതിന്റെ മാത്രമല്ല, എല്ലാരെ കുറിച്ചും KNM മൊത്തം ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്നാണ്. 2007 ഇസ്ലാഹ് ലേഖനം വരുന്നതിന് മുമ്പ് തന്നെ മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടോട്ടിയിൽ പരിപാടി നടത്തി. ആര്? പേരോട് മുസ്ലിയാര്. അന്നെന്താ വിഷയം? അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ട്, കണ്ടോ, രോഗം ഉണ്ടാക്കണ അല്ലല്ലേ, ഇപ്പൊ പിശാച രോഗം ഉണ്ടാക്കണമെന്ന് പറഞ്ഞവർ ശിർക്കിലേക്ക് പോയി. മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക്. എന്നിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് കൊണ്ടോട്ടിയിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചു. ഞാൻ വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മറുപടി പറയുന്നത് തടയാൻ അബ്ദുറഹ്മാൻ സലഫി ശ്രമിച്ചു. അതിന് അദ്ദേഹം കാറ്റിയ പണി എന്താണെന്നറിയോ? ഒരിക്കൽ കൊണ്ടോട്ടിയിലെ ഖാദിർ ഭായിനെ വിളിക്കുകയാണ്. സലഫി വിളിച്ചു. ഖാദിർ ഭായി അല്ലേ? അതെ. ഞാൻ AP കൊടുക്കാം. അപ്പൊ AP ചോദിക്കാം, അല്ല അവിടെ എന്താ മറുപടി പ്രസംഗം ഉണ്ടാവണ്ട? ആരാ? സക്കരിയ സലാഹി. നമ്മൾ ആളെന്നാണ് മാറ്റല്ലേ? ആയിക്കോട്ടെ, ആരായാലും വേണ്ട, നമ്മൾ പേരോടിന് മറുപടി പറയാനല്ലോ. എന്നാൽ ഞാൻ സലഫിക്ക് കൊടുക്കാം. അപ്പൊ സലഫി, അത് ഞാൻ അനസിനെ ഏൽപ്പിക്കാം നമുക്ക്. ആയിക്കോട്ടെ. കണ്ടോ? അപ്പൊ എന്നെ എത്ര കൊല്ലം മുമ്പാ നോക്കണേ? 2007 തുടക്കത്തിലാ. 2007 ജബ്ബാറുവിന്റെ ലേഖനം വരുന്നതിന് മുമ്പാണ് ഇയാളോട് പ്രസംഗിക്കണത്. അന്ന് തന്നെ ഇയാൾ തുടങ്ങിയിട്ട് കുതന്ത്രം. അങ്ങനെ അനസിനെ ഏൽപ്പിച്ചു. അനസ് കുറേ ദിവസം കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല. വരുന്നതിന്റെ 2-4 ദിവസം വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. മൂപ്പര് സാധാരണ സ്വഭാവമാണ്. അങ്ങനെ ബലാകെ ബേജാറി. അപ്പൊ അനീഫ വിളിക്കുന്നു. അനസ് ഏറ്റ പരിപാടിക്ക് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുളുക. അവസാനം അനീഫയും വന്നില്ല. എന്നിട്ട് പിന്നെ ഖാദിർ ഭായി കൂട്ടർ അപ്പൊ തന്നെ ഞാൻ ഫൈസൽ മുസ്ലിയാരെ മറ്റൊക്കെ വിളിച്ച് എങ്ങനെയൊക്കെ പാടി ആ പരിപാടി നടത്തി ഒപ്പിച്ചു. അന്നതിന് എന്നെ തടയാൻ ശ്രമിച്ചത് ഇന്നത്തെ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി നാണിയാജിയാണ്. അയാൾ മുഖേന കളിച്ചതാ. ഈ കോക്കസ് അന്നുണ്ട്. അയാള് സലഫി മുഖേന ഏപ്പിനെ ഉപയോഗിച്ച് കളിച്ചു. എന്നെ ചുങ്കത്ര പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ തടഞ്ഞു. ഞാൻ പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് കോളേജൊക്കെ ലീവ് എടുത്ത് വിഷയമൊക്കെ നോക്കി റെഡിയായി മടവൂരികൾക്ക് മറുപടി അറിയാൻ പോവാണ്. ആ സമയത്ത് വഴിയിൽ വെച്ച് തന്നെ മുനീർ വിളിക്കണം. മുനീർ മദനി. അല്ലെങ്കിൽ പുറപ്പെട്ടു. എവിടെ എത്തി? ഞാൻ കൊയിലാണ്ടി എത്തി. അല്ല എന്താ, അല്ലെങ്കിൽ വരുന്നുണ്ടോന്ന് അറിയാൻ വിളിച്ചാണ്. അപ്പൊ എന്താ, എന്റെ പ്രസംഗം മുടക്കിയിട്ട് പകരം മുനീറിനെ ഏൽപ്പിച്ച് നിർത്തിയിരിക്കണം. ആര്? അബ്ദുറഹ്മാൻ സലഫി. കണ്ടോ? ആ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഹൈർ ചുങ്കത്ര വിളിക്കണു. ഇന്ന് നിങ്ങൾക്ക് ചുങ്കത്ര പ്രസംഗിക്കാൻ പറ്റില്ല, ഇന്നലെ നിങ്ങൾ ഏപ്പിനെ കാണാൻ ചെല്ലാതെ ചെന്നിട്ടില്ല എന്നാണ് പരാതി. ഞാൻ പറഞ്ഞു,
പിയും TPയും കാണാനാണെങ്കിൽ ഞാൻ പോകാൻ തീരുമാനിച്ചതായിരുന്നു. ഉസ്മാൻ മദനിയോട് ഞാൻ വാക്ക് കൊടുത്തതാണ്, ചുങ്കത്തറ പോകുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് കാണാം. പക്ഷേ എന്നോട് അഹമ്മദിനും അതിന് വിളിച്ചു പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ എല്ലാ അംഗങ്ങളും ഉണ്ടാവും, അവരൊക്കെ മുമ്പിൽ വെച്ചിട്ട് എന്നെ വിചാരണ ചെയ്യാൻ വിളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്, ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഞാൻ പിന്നെ ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കെന്തായി, AP വിളിച്ചിട്ട് പോയില്ല, അതുകൊണ്ട് AP വിളിച്ചിട്ട് പോകാത്തോണ്ട് ചുങ്കത്തറ പ്രസംഗിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, സുഹൈർ മൗലവി, ഞാൻ നിങ്ങളോട് ഒരു പ്രസംഗം തരുമോ എന്ന് വെച്ച് വന്നതല്ലല്ലോ. നിങ്ങൾ എന്നെ വിളിച്ച് നിർബന്ധിച്ച് കോളേജും കൂടി ലീവ് എടുത്ത് വിഷയം നോക്കിയിട്ട് ഞാനിപ്പോൾ കയറി പകുതി വഴിയിലെത്തി, ഇപ്പോഴാണ് നിങ്ങൾ വിളിക്കണേ? അല്ല, നിങ്ങൾ ഇപ്പം AP പത്തപ്പിരിയത്തള്ള അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടുപോന്നാൽ മതി. ഞാൻ മഞ്ചേരി എത്താൻ നേരത്തെ AP വിളിച്ചത് സക്കരിയ സലാഹിയാണ്, ഞാൻ പോകുമ്പോൾ അവിടെ വീട്ടിൽ വരാം, ഇങ്ങോട്ട് വരുന്നു വേണ്ട, ഒറ്റ ഫോണോട് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് AP പറഞ്ഞത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ നിലമ്പൂരുണ്ടാകും, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോണ്ടു. തടഞ്ഞു. പിന്നീട് ഒരു കേൾപ്പിച്ചു, എന്നിട്ടും തടഞ്ഞു. ആ തടഞ്ഞ കക്ഷികൾ ഇപ്പോ സുഹൈർ മൗലവിയുടെ സ്ഥാപനം പോലും ഹൈജാക്ക് ചെയ്തു എന്നാണ് കേട്ടത്. നോക്കിങ്ങള്. അപ്പൊ ഈ കോക്കസ് ഇന്നോ ഇന്നലെ തുടങ്ങിയ കളിയല്ല, അവർക്ക് സംഘടന പിടിച്ചെടുക്കാനുള്ള പണി വർഷങ്ങൾക്ക് മുമ്പേ ഇവർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ ഈ പല സ്ഥലത്തും എന്റെ പരിപാടി മുടക്കാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി അബ്ദുറഹ്മാൻ സലഫി ശ്രമിച്ചത്. എന്നിട്ട് അവർക്ക് ഒരു തെളിവും കിട്ടിയില്ല. ഹുസൈൻ മടവൂരും കൂട്ടരും ചവച്ചു തുപ്പിയ ആരോപണം ഇവർ ഏറ്റെടുത്തു. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന മടവൂരികൾ ചവച്ചു തുപ്പിയ ആരോപണം ഇവർ ഏറ്റെടുത്തു. അപ്പോ ഒളിഞ്ഞ പ്രചരിപ്പിക്കണേ, പുറത്തു പറയില്ല. അപ്പൊ ഞാൻ വെല്ലുവിളിച്ചു. ഞാൻ 2011 തലശ്ശേരിയിൽ നടത്തിയൊരു വെല്ലുവിളി പല സ്ഥലത്തും വെല്ലുവിളിച്ചു. ഒന്ന് മാത്രം ഉദാഹരണത്തിന് കാണിക്കാം. വെല്ലുവിളിക്കുന്നു, 1000 കുതിരശക്തിയിൽ വെല്ലുവിളിക്കുന്നു. മടവൂരികളാകട്ടെ, അവരെ പിൻപറ്റുന്ന ഹുബൂരികളാകട്ടെ, അവരെ വാക്ക് വിശ്വസിക്കുന്ന വേറെ ഏതെങ്കിലും ആളുകളാകട്ടെ, അവരോടൊക്കെ ആരാണിത് പറഞ്ഞത്? ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മുജാഹിദ് ആരാണ്? അയാളെ പേര് പറഞ്ഞോണ്ടാ? അയാൾ പ്രസംഗിച്ച ക്ലിപ്പുകൾ കൊണ്ടുപോവാ, അയാൾ എഴുതിയ ലേഖനങ്ങൾ കൊണ്ടുപോവാ, അയാൾ അപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്ത് പുറത്താക്കണ്ടേ? വെച്ചേക്കാൻ പറ്റുമോ? എന്താ ഈ പറയണത്? തൗഹീദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് പ്രസംഗിക്കേ, ശിർക്കിന് വേണ്ടി എഴുതിയേ. അപ്പൊ പച്ച കള്ളം പള്ളം പറയാൻ ഒരു മടിയില്ലാത്ത മനുഷ്യന്മാര്. ഇങ്ങനെ പല സ്ഥലത്തും ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇവർ പുറത്തിയാടാൻ വേണ്ടിയിട്ടാണ്. ഇവർ മിണ്ടുന്നില്ല, ഏറ്റെടുത്തില്ല. ധൈര്യമുണ്ടെങ്കിൽ അന്ന് അനസ് മൗലവി ഏറ്റെടുക്കണ്ടേ, അനീഫ് ഏറ്റെടുക്കണ്ടേ? ഇതാ ക്ലിപ്പ് ഇതാന്ന് പറഞ്ഞിട്ട് ഇപ്പതാ ശിർക്കാരോപണ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ടല്ലോ പലയിടത്തും. ആ ശിർക്കാരോപണ മീറ്റിംഗ് 2012 പുതിയ തൗഹീദ് പഠിപ്പിക്കാൻ ആ യോഗത്തിൽ ഒരു ക്ലിപ്പെങ്കിലും ഇടാൻ സാധിച്ചോ? ഇപ്പൊ ഞാന് കയ്പമംഗലത്ത് പ്രസംഗിച്ചയിടത്തുനിന്ന് ഒരു അയ്യപ്പാന്ന് വിളിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പുകില്, ഒരു കള്ള ക്ലിപ്പ്. പിന്നെ പുഴയിൽ വീണ ജിനിയെ വിളിക്കാന്നുണ്ട് പറഞ്ഞുകൊണ്ട് അതും അവിടെ പ്രസംഗിച്ചത്. അതിന് മുമ്പൊന്നുമില്ല. എന്തിനധികം കഴിഞ്ഞ ബലിപെരുന്നാളിന് അനസ് മൗലവി ബഹ്റൈനിലാണ്. അവിടെ വെച്ച് മുഖാമുഖം നടത്തിയപ്പോൾ AP സുന്നി, നിങ്ങളെ സക്കരിയ സലാഹി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, അയാളുടെ കുറെ കാസറ്റ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന്. പച്ച നുണ ചോദ്യം ചോദിച്ചു. അപ്പൊ അനസ് മൗലവി സത്യസന്ധമായി മറുപടി പറഞ്ഞു, അങ്ങനൊന്നില്ല. അങ്ങനെ സക്കരിയ സലാഹി ജീവിച്ചിരിക്കുന്ന ആൾ, അദ്ദേഹത്തിന് ഒരു വാദല്ല എന്ന് ഞാൻ വെറുതെ പറയല്ല, തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് AP സുന്നിക്കാരനോട് അങ്ങോട്ട് ചോദിച്ചു. എന്നിട്ട് ഞാൻ വെല്ലുവിളിച്ചൊരു ക്ലിപ്പ് അനസ് മുസ്ലിം കാണിക്കും. 8-9 മാസം തികയുന്നേ ഉള്ളൂ. ഇപ്പോ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ബഹ്റൈനിലത്. ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടന ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അള്ളാഹ് പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്, സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു, താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനൊരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു.
പറഞ്ഞോ? ആയിക്കോട്ടെ. ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണിലുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചാടിയ പോലെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്. സക്കരിയ സലാഹി പറഞ്ഞു, ഹാത്തു ബുർഹാനക്കും തെളിവ് താനാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിതുവരെ കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി എവിടെ ഇരുന്നു ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാൽ നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അവിടെ കൊളുത്തി വരിക്കല. അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല, അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്.